ആന പുനരധിവാസ കേന്ദ്രത്തിൽ നടന്ന ദാരുണ സംഭവത്തിൽ ആനപ്രേമികളെയും വനം വകുപ്പിനെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി സ്നേഹത്തോടെ പരിപാലിച്ചിരുന്ന ലക്ഷ്മി എന്ന ആനയുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഒന്നാം പാപ്പാൻ വിഷ്ണുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് നാടിനെ നടുക്കിയിരിക്കുന്നു. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലാണ് സംഭവം നടന്നത്. വൈകുന്നേരം ആനയ്ക്ക് തീറ്റ നൽകുന്നതിനിടെയോ കെട്ടുന്നതിനിടെയോ ഉണ്ടായ അസ്വാഭാവിക പ്രകോപനമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. വിഷ്ണുവിനെ ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വർഷങ്ങളായി ആനകളുമായി അടുത്ത ബന്ധം പുലർത്തിയ പരിചയസമ്പന്നനായ പാപ്പാനായിരുന്നു വിഷ്ണു. സാധാരണഗതിയിൽ ശാന്ത സ്വഭാവിയായ ലക്ഷ്മി പെട്ടെന്ന് ഇത്തരത്തിൽ പ്രതികരിക്കാനുണ്ടായ സാഹചര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. വേനൽ ചൂടോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ആനയെ പ്രകോപിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രം സന്ദർശിച്ചു. വിഷ്ണുവിന്റെ വിയോഗം വനംവകുപ്പിനും സഹപ്രവർത്തകർക്കും നികത്താനാവാത്ത നഷ്ടമാണ്. കാട്ടാനകളെ മെരുക്കാനും പരിപാലിക്കാനും ജീവിതം സമർപ്പിച്ച ഒരു യുവാവിന്റെ ജീവൻ ഇത്തരത്തിൽ പൊലിഞ്ഞത് നാടിനെയാകെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്.